വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ കണ്ടത് എങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ക്വിക്കായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ ക്വിക്കായിട്ട് ഡിസൈൻ അധികം അറിയാത്തവർക്ക് പോലും എങ്ങനെ നന്നായിട്ട് ഒരു തംബ്നെയിൽ, യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് canva.com എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുന്ന ക്യാൻവയുടെ ഹോം പേജാണ്. അപ്പോൾ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് തംബ്നെയിൽ. ഒരുപാട് റിസൾട്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് തംബ്നെയിൽ ഒന്ന് എടുത്ത് നോക്കാം. അതിലേക്ക് പോയിട്ട് ബാക്കി ഡിസൈൻ ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ക്യാൻവാസ് എന്നാണ് വിളിക്കുക. ഈ ഒരു വൈറ്റ് സ്പേസിനെ ക്യാൻവാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ഫോർമാറ്റാണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം. ലാൻഡ്സ്കേപ്പ് മോഡാണ് ഈ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടും കുറയ്ക്കാം, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഇതിവിടെ കണ്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഇതിൽ വെക്കുന്നുണ്ട്, കാരണം ഞാൻ ഈ സൈഡ് പാനൽ എടുക്കുമ്പോൾ അതിവിടെ വരും. അപ്പോൾ ഇത് കാണാതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സൈഡ് പാനൽ ക്യാൻവാസിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാനലിൽ പോയിട്ട് ആദ്യത്തെ സാധനം ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ സാധനങ്ങൾ കാണാം. ബിക്കോസ് നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത്? യൂട്യൂബ് തംബ്നെയിൽ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്തത്. മുമ്പത്തെ പേജിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട് അതേ ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെയും കിട്ടുക. നമ്മൾ അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഇതിന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതാവും ഈസിയർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അത് പിക്ക് ചെയ്യണത്. അവിടെ നിന്ന് എടുത്താലും മതി, ഹോം പേജിൽ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് എടുത്താലും മതി. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക്, ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, വ്ളോഗർ എന്നൊരു കാറ്റഗറി കൊടുത്ത് നോക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമർന്ന് അടിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു നോക്കാം. വ്ളോഗറിന് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ടെംപ്ലേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്, സ്റ്റൈൽസ് അല്ല. സ്റ്റൈൽസിലേക്ക് വരാം. ടെംപ്ലേറ്റ്സിൽ ഇത് കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പലതും ഈ ക്രൗൺ ഉള്ളത് കണ്ടോ, അപ്ഗ്രേഡ് ടു ക്യാൻവ പ്രോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാൻവ ഫ്രീ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കില്ല, അതിനാ ക്രൗൺ ഉള്ളതുകൊണ്ട്. ക്രൗൺ ഇല്ലാത്ത കുറേ ടെംപ്ലേറ്റ്സ് ഇതിലുണ്ട്. നമ്മളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകണം എന്നേ ഉള്ളൂ, നമുക്ക് കിട്ടും. ഇതിന് ക്രൗൺ ഇല്ല, ഇതിനില്ല, അതുപോലെ ഇതിനില്ല, ഇതിനുമില്ല. അപ്പോൾ ഇതൊന്നും എടുത്ത് നോക്കാം നമുക്ക് എന്താ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫോണ്ടുകൾ, കളേഴ്സ് എല്ലാമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല, ഞാൻ ബാക്ക് അടിക്കണം. അപ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്തു. ഇതിൽ വളരെ ബേസിക് ആയിട്ട് ഇവിടെ വരുന്ന കുറച്ച് ബട്ടൺസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് പേജാണ്. ഈ പേജ് ഞാൻ ഫൈനൽ ഡ്രാഫ്റ്റാണ് എൻ്റെ. ഇതിപ്പോൾ ഒരു ക്ലയൻറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ യൂട്യൂബിൻ്റെ തംബ്നെയിലായിട്ട് വെക്കേണ്ടതാണ്. ഇനി ഇതിലൊരു ചേഞ്ചസും ഇല്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ എലമെൻറ്റ്സ് ഒന്നും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ആ ലോക്ക് യൂസ് ചെയ്യണത്. കാരണം നമ്മൾ കൈ തട്ടി അറിയാതെ മൗസ് തട്ടി, കീപാഡ്, ടച്ച് പാഡ് തട്ടിയിട്ടൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം എലമെൻറ്റ്സ്. അപ്പോൾ തൽക്കാലം ഞാനത് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതിൻ്റെ അടുത്ത് കാണുന്ന സാധനമാണ് ഡ്യൂപ്ലിക്കേറ്റ് പേജ്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് പേജിന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഒരു പേജ് കൂടി നമുക്ക് കിട്ടും. മനസ്സിലായോ? അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ കണ്ടോ, ആഡ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് എഗെയിൻ ഒരു ക്യാൻവാസ് വരും. അതിൽ ഈ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ആഡ് പേജ്, അതൊരു വെറും ഒരു ബ്ലാങ്ക് പേജാണ് ആഡ് ചെയ്യണത്, വേറൊന്നുമല്ല. ഇതിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ജസ്റ്റ് ആ ക്യാൻവാസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുണ്ട് മേലെ, അതിൽ പോയിട്ട് ഏത് കളറാണ് വേണ്ടതെങ്കിൽ ചൂസ് ചെയ്യാം. ഇതിലില്ലാത്ത കളറാണ് വേണ്ടതെങ്കിൽ കളർ വീലിൽ പോയിട്ട് ആ സ്പെക്ട്രത്തിൽ നിന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഒരു ബട്ടൺ കൂടി ഇതിൽ, അല്ല 2 ബട്ടൺ കൂടി ഇതിൽ പരിചയപ്പെടാനുണ്ട്. ഇവിടെ കണ്ടോ, മൂവ് അപ്പ്. ഇത് മൂവ് അപ്പ്, ഒരു ഇതും കൂടി ജമ്പ് ചെയ്ത് മേലേക്ക് പോയി. അതുപോലെ എനിക്ക് ഒന്നും കൂടി ഇത് മേലേക്ക് കൊണ്ടുവരണം. മേലേക്ക് കൊണ്ടുവന്നു. അല്ല എനിക്കിത് താഴേക്കാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ അതിനുള്ള ബട്ടൺസ് ആണ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ. വൺ മോർ ബട്ടൺ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് പേജ്. എനിക്ക് ഈ പേജ് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. അതുപോലെ ഈ പേജ് ഹൈഡ് ചെയ്യണം. നമുക്ക് തൽക്കാലം നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഈ പേജ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെക്കാം. അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ സൈഡിൽ ഈ ക്യാൻവാസിൻ്റെ മേലെ വരുന്ന ബട്ടൺസ് ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എലമെൻ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് ഏതാ? ഇൻട്രോ എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ഇതിൻ്റെ പോപ്പിൻസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ഈ ഫുഡ് വ്ളോഗർ എന്ന് എഴുതിയിരിക്കുന്നത് അത് സ്പെല്ലിംഗ് തെറ്റാണ്. ഹോളിഡേ എന്ന് പറഞ്ഞ ഫോണ്ടാണ്. അതുപോലെ അഗെയിൻ പോപ്പിൻസ്. അങ്ങനെ ഈ സാധനം ഒരു എലമെൻ്റാണ്. കണ്ടോ, ഈ വേവ് പോലുള്ളത്. അതുപോലെ അതിൻ്റെ പിന്നിലിരിക്കുന്നതും ഒരു എലമെൻ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ ഈ കോർണർ എലമെൻ്റായിട്ട് ഒരു ബ്ലോബ് ഉണ്ട്. അതുപോലെ ഇതൊരു ഫ്രെയിമാണ്. ഇതിൽ നമുക്ക് ഇയാളുടെ ഫോട്ടോ മാറ്റി നമ്മുടെ വെച്ചാലല്ലേ നമ്മുടെ തമ്മിലായിട്ട് നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ആ ഫോട്ടോ റിമൂവ് ചെയ്ത് നമ്മുടെ വെക്കാമെന്ന് നോക്കാം. ഇതിൽ ഡിലീറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോൻ്റെ ഈ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈ ഡിലീറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഇമേജ്, ഡിലീറ്റ് ഫ്രെയിം എന്ന് വരും. നമുക്ക് ഡിലീറ്റ് ഫ്രെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫോട്ടോ അല്ലേ വെക്കേണ്ടത്. അപ്പോൾ ഡിലീറ്റ് ഇമേജ് കൊടുത്താൽ മതി. ഡിലീറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിം മാത്രമായിട്ട് അപ്പോൾ നിൽക്കണത്. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ചർ അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പോയിട്ട് അപ്ലോഡ്സിൽ പോകണം. സൈഡ് പാനലിൽ അപ്ലോഡ്സിൽ പോവാം. അപ്ലോഡിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫയൽ കണ്ടോ, അപ്ലോഡ് ഫയൽ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ഫോട്ടോ ഇരിക്കുന്നത് അങ്ങോട്ട് പോവാം. ഡൗൺലോഡ്സിലാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത തംബ്നെയിലിൻ്റെ ആ പിക്ചറാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ വരും. രണ്ടെണ്ണമായിപ്പോയി, സോറി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഞാൻ എന്താ ചെയ്തത് ഒന്നുകൂടി കാണിച്ചു തരാം. ഡിലീറ്റ് ഇമേജ് കൊടുത്തു, അപ്ലോഡ് ചെയ്തു. അപ്ലോഡിൽ പോയിട്ട് അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക ഏത് ലൊക്കേഷനിലാണെന്ന്. അത് അപ്ലോഡ് ആവും പെട്ടെന്ന് തന്നെ. ആ അപ്ലോഡ് ചെയ്ത ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരും. വെറുതെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടുമ്പോഴേക്കും അത് ആയിക്കോളും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിരിക്കുന്ന എൻ്റെ കൈ മുഴുവനായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ കൈ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഫോട്ടോയെ അല്ലെങ്കിൽ ഈ ഫ്രെയിമിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്താ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ക്രോപ്പിൻ്റെ ഒരു ഫോർമാറ്റിൽ അതോടെ വരും. അപ്പോൾ എന്നിട്ട് ഞാൻ എന്നെ കുറച്ചുകൂടി മേലേക്ക് കൊണ്ടുപോകണം. കണ്ടോ? അല്ല നിങ്ങൾക്ക് ഒന്നുകൂടി സൂം ഇൻ ചെയ്തിട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ബെറ്റർ അല്ലേ ഇപ്പോൾ? അല്ലാന്നുണ്ടെങ്കിൽ ഡൺ അടിച്ചാൽ മതി. ഡൺ അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ, ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഇതെടുത്തിട്ട് ഫോട്ടോ മാറ്റി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുക. തംബ്നെയിലിൻ്റെ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ് എടുത്തിട്ട് ഫോട്ടോ മാറ്റി ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റും കളേഴ്സും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് മോർഗൻ മാക്സ്വെൽ എന്നാണ്. അപ്പോൾ ഇത് മാറ്റി എനിക്ക് എൻ്റെ ചാനൽ JD എന്നുള്ള പേരിലല്ലേ, അപ്പോൾ JD എന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ഗൂഗിൾ ഷീറ്റിലൊക്കെ ചെയ്യണ പോലെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം JD എന്ന്. അതുപോലെ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ ഫുഡ് വ്ളോഗർ എന്നുള്ളതിൽ F ആണ്, ഫ്ലോഗർ എന്നല്ലല്ലോ നമുക്ക് വേണ്ട. അവരൊരു റൈമിംഗ് ആയിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ F മാറ്റിയിട്ട് V ആക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ലെറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കണം. കഴ്സർ ബാക്ക് സ്പേസ് അടിക്കുക, V വെച്ചു, ഫുഡ് ബ്ലോഗറായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ റിയലി ഗ്രേറ്റ് സൈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിലാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ അവിടെ വരാം? സ്കെയിൽ ബൗണ്ട്ലെസ് എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമാവും. അപ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഈ ടെക്സ്റ്റിൻ്റെ കളറ് എനിക്ക് അത്ര ഇഷ്ടമാവണില്ല. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ കുറച്ചൊരു എന്താ പറയുക മ്യൂട്ടഡ് ടോൺസ് ആയിട്ട് തോന്നുന്നു. ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, ഡള്ളാണ്. കുറച്ചുകൂടി അത് ബ്രൈറ്റർ ആക്കണം. അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കളേഴ്സാണ് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം? നമ്മൾ സൈഡ് പാനലിൽ പോയിട്ട് ഡിസൈനിൽ തന്നെ പോവാം.
ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ നോക്കിയത് എന്തായിരുന്നു? ടെംപ്ലേറ്റ്സ് ആയിരുന്നു. വ്ളോഗർ എന്ന് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ടെംപ്ലേറ്റ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇനി നോക്കേണ്ടത് സ്റ്റൈൽസ് ആണ്. സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, റീസെൻ്റ്ലി യൂസ്ഡ്, ഇതാ ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കളേഴ്സ്. അതുപോലെ കോമ്പിനേഷൻസ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളേഴ്സും ഫോൺസും അവർ തന്നെ തരുന്ന ചില കോമ്പിനേഷൻസ്, അതാണ് ഇതിലുണ്ടാവുക. അതാ ഇങ്ങനെ കുറേ. അപ്പം നമ്മൾക്ക് വല്ലാതെ വലിയ ആലോചനയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഫോണ്ടും അതിൻ്റെ സബ് ഫോണ്ടും സബ് ടൈറ്റിലിനുള്ള ഫോണ്ടും കളേഴ്സും ഒക്കെ തന്നെ അതിൽ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കളർ പാലറ്റ്സ്. നമ്മളിവിടെ കളർ പാലറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. കളർ പാലറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈ പെർട്ടിക്കുലർ പാലറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ കളർ ചേഞ്ച് ചെയ്തു. എന്ത് പെട്ടെന്ന് തന്നെയാണ് അത് വൈബ്രൻ്റ് ആയതെന്ന് നോക്കൂ. വളരെ ഡള്ളായിട്ടുള്ളൊരിതെന്ന് നേരത്തെ മോശം എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതാണ് ഇത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പാലറ്റിൽ 4 കളേഴ്സ് ഉണ്ട്. അവിടെ തന്നെ ഞാൻ ആ ഷഫിൾ എന്നുള്ള ബട്ടൺ പിന്നെയും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും ചേഞ്ച് ആവും. കണ്ടോ, 4th വൺ. ഇനി ആദ്യത്തേക്ക് പോവും, ആദ്യം വന്നത്. അപ്പോൾ 4 കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 4 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ ആ തംബ്നെയിൽ അറേഞ്ച്ഡ് ആവും. ഇപ്പോൾ അതുപോട്ടെ, നമുക്ക് ആ കളർ കോമ്പിനേഷൻ വേണ്ട, വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വേണ്ട എങ്കിൽ ഇതാ കണ്ടോ, വളരെ ഭംഗിയായിട്ടുള്ളൊരു കളർ പാലറ്റ് അല്ലേ അത്. ഇതിൽ 1 2 3 4 5 6 6 കളേഴ്സ് ഉണ്ട്. അപ്പോൾ 6 കളറിന് നമുക്ക് 6 തവണ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ 6 കോമ്പിനേഷൻസ് കിട്ടും. 3 4 5 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ കോമ്പിനേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നതിൻ്റെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ മാനുവലി നമ്മൾക്ക് ഇവിടെ പോവാം. ഇൻട്രോ എന്നാണ് ഈ ഫോണ്ടിൻ്റെ പേര്. അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്തിരുന്നു ഇത്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. എങ്ങനെ ക്വിക്കായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അത്. അതിൽ നമ്മളിങ്ങനെ ഫോണ്ട് ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ കോർപ്പറേറ്റ് ഡിസ്പ്ലേ, ഇവിടെ ഹെഡിങ്സ് പാരഗ്രാഫ് എന്നുള്ളതുണ്ട്. അല്ല, നമ്മൾക്ക് പെട്ടെന്ന് അത്രയ്ക്ക് തിങ്ക് ചെയ്യാനൊന്നും സമയമില്ല, നമുക്ക് പെട്ടെന്നൊരു തംബ്നെയിൽ അങ്ങോട്ട് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡിസൈനിൽ സ്റ്റൈൽസിൽ പോവുക. സ്റ്റൈൽസിൽ പോയിട്ട് കോമ്പിനേഷൻസ് എടുക്കാം. കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ പാലറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന ടൈപ്പ് ഫേസ് ഫോണ്ട് കോമ്പിനേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം. ആൻറ്റൺ എന്ന് പറയുന്ന ഈ ഫോണ്ട് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്. ഇപ്പോൾ ആ ഫുഡ് വ്ളോഗറിന് ചെറുതായി കണ്ടിരുന്നത് ഇപ്പോൾ അത് വലുതായി. ഡിസൈനിൽ. ഇനി വേറെ ഏതെങ്കിലും കാർഡോ എന്ന് പറഞ്ഞ എടുത്ത് നോക്കാം. അതുണ്ടോ, അപ്പോൾ ഇവിടെ ഇത്തിരി വലുതായിട്ടാണ് അത് വരുന്നത്. കാരണം നേരത്തെ ഫോണ്ട് അത് തീരെ ചെറുതായിരുന്നു, പക്ഷേ ഫോണ്ട് മാറ്റുമ്പോൾ ആ ടെക്സ്റ്റ് വല്ലാണ്ട് വലുതായിട്ട് വരണം. കണ്ടോ, ഇനി നമുക്ക് ഡിസൈനിൽ പോയിട്ട് ഒന്നുകൂടി വേറെ ഏതെങ്കിലും എടുത്ത് നോക്കാം. ഇപ്പം ഈ ചങ്ക് 5 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വേറൊരു കളർ പാറ്റേൺ ആണ്. ഇനി നമുക്ക് ആ കളർ കോമ്പിനേഷൻ തന്നെ ആ പാലറ്റിലെ എല്ലാ കളേഴ്സും എന്തൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാക്കും എന്നറിയാൻ ഇതിൽ എത്ര കളേഴ്സ് ഉണ്ടോ അത്രയും തവണ തന്നെ നമുക്ക് ആ ഷഫിൾ ബട്ടൺ അടിച്ചു കൊടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇതായിട്ട് വരും. പക്ഷേ ടെക്സ്റ്റ് ഈ പറഞ്ഞ കോമ്പിനേഷൻസിൽ ഉണ്ടാവും. ചങ്ക് 5 താഴെ എഴുതിയിരിക്കുന്ന കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ 2 ഫോൺസിൽ തന്നെ വരുള്ളൂ. പക്ഷെ കളർ കോമ്പിനേഷൻ ഇതിൽ കുറച്ച് കൂടുതലാണ്. 7 കളേഴ്സും മറ്റും ഉണ്ട്. നേരെ എണ്ണിയില്ല. ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ക്വിക്കായിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഈ സെഗ്മെൻറ്റോടുകൂടി മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇതുപോലെ ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് നമുക്ക് ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ലെഫ്റ്റ് പാനലിലുള്ള ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള തംബ്നെയിലാണോ വേണ്ടത്, ഏത് ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ വേണ്ടത്, അത് വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കീവേഡ് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രീ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണത് എന്നൊന്നും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് നിർത്താം. ഇപ്പം എനിക്ക് ഇത് ഓക്കെ ആണ്, ഈ കളർ കോമ്പിനേഷൻ ആൻഡ് ഈ ഫോർമാറ്റ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയറിൽ പോവാം. ഷെയറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഡൗൺലോഡിൽ പോവുക.
ഇവിടെ PNG ആണ്, PNG ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി വരിക ഇമേജസിന് PNGയിൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ്, JPG അല്ല. അപ്പോൾ PNGയിൽ പോയിട്ട് ഇതെല്ലാം നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, പിന്നെ അതുപോലെ ഫയൽ സൈസ് ലിമിറ്റ് ചെയ്യാൻ, നമ്മൾ ചില ആപ്ലിക്കേഷനൊക്കെ അയക്കുന്ന സമയത്ത് ഇത്ര സൈസിലുള്ള ഫോട്ടോയെ പാടുള്ളൂ, ഇത്ര സൈസിലുള്ള ഡോക്യുമെൻറ്റേ പാടുള്ളൂ എന്ന് വരില്ലേ, അതിനുള്ളതാണ് ഈ ലിമിറ്റ് ഫയൽ സൈസ് ടു. പക്ഷേ അതൊരു പ്രോ ഫീച്ചറാണ്, നമുക്ക് ഫ്രീയിൽ അവൈലബിൾ അല്ല. അപ്പോൾ പ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഫയൽ ലിമിറ്റിംഗ്. അതിനുള്ള ഫ്രീ സോഫ്റ്റ്വെയർസും ഇഷ്ടംപോലെ ഉണ്ട്, ക്യാൻവയിലും അതുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ അതിന് താഴെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും, നേരത്തെ പോലെ എത്ര ചെറുതാക്കണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിൽ ഒന്നും കാണില്ല, നമ്മുടെ ഫോട്ടോയോ അങ്ങനത്തെ വല്ല ഇമേജസോ ഉണ്ടെങ്കിൽ അത് മാത്രമേ വരുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് വരില്ല. അപ്പോൾ ഇതെല്ലാം പ്രോ ഫീച്ചേഴ്സാണ്. ഇവിടെ ക്രൗൺസ് ഉണ്ട്. അപ്പം എനിക്ക് ഈ 2 പേജ് ഉണ്ട്, പേജ് 1, പേജ് 2. പേജ് 2ൽ അയാളുടെ ഫോട്ടോ ആണ് ഇരിക്കണേ, എനിക്ക് ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഫോട്ടോ ഉള്ള തംബ്നെയിലാണ് ആവശ്യം. അപ്പം ഞാൻ എന്തിൽ പോകണം, പേജ് 1 സെലക്ട് ഓൾ ഡീസെലക്ട് ചെയ്യാം, എനിക്ക് പേജ് 1 മാത്രം മതി. എന്നിട്ട് ഡൺ അടിക്കാം, ഡൗൺലോഡ് അടിക്കാം. സാധനം ഡൗൺലോഡായി. നിങ്ങളുടെ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്തു ഇതാ ആയിക്കഴിഞ്ഞു. എത്ര ഈസി ആയിട്ടാണ് നിങ്ങളിപ്പോൾ ഒരു തംബ്നെയിൽ ഉണ്ടാക്കിയെടുത്തത്. ഇതേപോലെ നിങ്ങൾ യൂട്യൂബ് ചാനൽസ് തുടങ്ങുന്ന സമയത്ത് ഒരു പിടിയുമില്ലാതെ എങ്ങനെ ഇതൊന്ന് ചെയ്തെടുക്കും, എനിക്കിപ്പോൾ അത്രയും കാശ് ഇറക്കാനില്ല, ഒരു ഡിസൈനറെ വെച്ചിട്ട് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ കാശില്ല എന്നുണ്ടെന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് എത്ര കുറവ് സമയം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത്, അത്രയും വേഗം നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾക്ക് ക്യാൻവ കൊണ്ടുള്ള ഉപയോഗം. ക്യാൻവ ഫ്രീ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും, ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് കാണേണ്ട എന്താ പറയുക ഡിസൈൻസ് ഏതൊക്കെയാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ പാറ്റേൺ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ഇത് ഇഷ്ടം ആവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആക്കാമോ എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് വായിക്കാനും അത് എന്താ പറയുക കഴിവതും ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ഉപകരിക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു സൂൺ.